ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവലും പഴവും വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. അപ്പൊ ഇതെങ്ങനെയാ തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ ഒന്ന് ചൂടാകാനായിട്ട് വെക്കാം. ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഏത്തപ്പഴം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഏത്തപ്പഴം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പഴമൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി കുറച്ചൊന്ന് ഉടഞ്ഞു വരുന്ന ആ ഒരു പരുവം ആവുന്നവരേക്കും ഒന്ന് വഴറ്റിയെടുക്കാം. 5-6 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും നമുക്ക് പഴമൊക്കെ ഒന്ന് വെന്ത് ഒന്ന് ഉടഞ്ഞു തുടങ്ങും. ആ ഒരു സമയം ആവുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. ഞാൻ അരക്കപ്പ് അളവിൽ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്, പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വലിയ ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉരുക്കി ഇതിലേക്കൊന്ന് അരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുക്കി തേങ്ങയും ശർക്കരയും പഴമൊക്കെ നല്ലതുപോലെ ഒന്ന് യോജിച്ച് വരണം. അതുവരേക്കും ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. തേങ്ങയും ശർക്കരയും പഴമൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അവലാണ്. അപ്പം ഞാൻ 1 കപ്പ് അളവിൽ അവൽ എടുത്തിട്ടുണ്ട്. വെള്ള അവലാണ് എടുത്തിട്ടുള്ളത്, കനം കുറഞ്ഞിട്ടുള്ള അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് വെള്ളമോ പാലോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ശർക്കരയുടെ ആ ഒരു പഴത്തിൻ്റെയൊക്കെ നനവിൽ നമുക്ക് അവൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അവലും പഴവും ശർക്കരയും തേങ്ങയും എല്ലാം തന്നെ നന്നായിട്ടൊന്ന് മിക്സായി നല്ലതുപോലെ ഒന്ന് യോജിച്ച് വരത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് കയ്യിലൊന്ന് എടുക്കാനുള്ള ആ ഒരു ചൂടിലാവുന്ന സമയത്ത് നമുക്ക് കുറേശ്ശെയായിട്ട് അവലെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുളയാക്കി എടുക്കാം. കുറച്ചൊന്ന് അമർത്തി വേണം ഇതൊന്ന് ഉരുളയാക്കി എടുക്കാനായിട്ട്. അപ്പോഴത്തേക്കും ആ പഴമൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് അവലുമായിട്ട് ചേർന്ന് നമുക്ക് നല്ലതുപോലെ തന്നെ ബോൾസാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ നമുക്ക് എല്ലാ അവലും ഒന്ന് ഉരുളയാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് കഴിക്കാനായിട്ട് എടുക്കാവുന്നതാണ്. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ കഴിക്കാം, ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു സ്റ്റീമറിൽ വെള്ളം ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അവൽ ബോൾസ് എല്ലാം തന്നെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു നെയ്യുടെ ആ ഒരു കുത്തലൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതിലേക്ക് വേണ്ടിയിട്ടാണ് ആവിയിലൊന്ന് വേവിച്ചെടുക്കുന്നത്. ഇപ്പം നമ്മുടെ അവൽ ബോൾസ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ചിരകിയ തേങ്ങയോ അല്ലെങ്കിൽ എള്ളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പം എന്തായാലും അവലുണ്ടെന്നുണ്ടെങ്കിൽ ചായയുടെ കൂടെ ഇന്ന് തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.